സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര, പാല് എന്നിവയൊന്നുമില്ലാതെ വളരെ സിമ്പിളായി 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തീസാണ്. ജോലിക്കും പഠിക്കാനുമൊക്കെ പോകുന്ന എല്ലാവർക്കും ഞൊടിയിട കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാം. യാതൊരു ക്ഷീണവുമില്ലാതെ ആയാസമൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് നാം എപ്പോഴും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുക. എന്നാൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവണം താനും. അതിനൊരു ഒറ്റമൂല്യമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനാവശ്യമായ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫൈബർ ആൻഡ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള സ്മൂത്തീസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നും ഒരേ സ്മൂത്തി കഴിക്കാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മൂത്തീസ് തയ്യാറാക്കാം. വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു വരദാനമാണ് ഈ സ്മൂത്തീസ്. കുക്കിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ഡിലീഷ്യസ് റെസിപ്പീസ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ചുവന്ന സ്ട്രോബെറി കൊണ്ടുള്ള സ്മൂത്തിയാണ്. ഇനി ഇത് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ഉണ്ടാക്കാം. പഴം, ആപ്പിൾ, പേരയ്ക്ക, പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ എന്നിവ കൊണ്ടെല്ലാം ഇതുപോലെ സ്മൂത്തീസ് തയ്യാറാക്കാം. സ്ട്രോബെറി സ്മൂത്തിക്ക് വേണ്ടി കുറച്ച് സ്ട്രോബെറി എടുത്തു വയ്ക്കുക. അടുത്തത് വേണ്ടത് റോൾഡ് ഓട്സ് ആണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ സാദാ ഓട്സ് എടുക്കുക. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് റോൾഡ് ഓട്സിലാണ്. ഓട്സ് 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. മൂന്നാമതായി വേണ്ടത് കുറച്ച് ബദാമാണ്. ബദാം കുറച്ചെണ്ണം എടുത്ത് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തതിനു ശേഷം തോൽ മാറ്റി വയ്ക്കുക. മധുരത്തിന് നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ കൽക്കണ്ടോ ഒന്നുമല്ല ചേർക്കുന്നത്, ഈന്തപ്പഴമാണ്. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 1 സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ചിയാ സീഡും നമ്മൾ സർബത്തിൽ ചേർക്കുന്ന സബ്ജ സീഡും രണ്ടാണ്. ഷോപ്പിംഗ് മാളുകളിലൂടെയും ഓൺലൈനിലൂടെയും ചിയാ സീഡ് വാങ്ങിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നിവയിലെല്ലാം ഇത് ലഭ്യമാണ്. ഓട്സും ചിയാ സീഡും ബദാമും ഡേറ്റ്സും എല്ലാം ഒരു പാത്രത്തിലിട്ട ശേഷം നികക്കി ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ അടച്ചു സൂക്ഷിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെടുത്ത് ഉപയോഗിക്കാം. ഇനി സ്മൂത്തി തയ്യാറാക്കാൻ ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് കുതിർത്ത ഓട്സ്, കുതിർത്ത ഈന്തപ്പഴം കുരുകളഞ്ഞ് നുറുക്കിയത്, പിന്നെ അരിഞ്ഞ സ്ട്രോബെറി, കുതിർത്ത ബദാം, പിസ്ത ഉണ്ടെങ്കിൽ അതും ഒരു 6 എണ്ണം ഇടുക. ഇനി പാല് വേണമെന്നുള്ളവർക്ക് പാല് 1/2 കപ്പ് ചേർക്കാം. പാലില്ലാതെയും ഉണ്ടാക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ സ്വാദിഷ്ടമായ സൂപ്പർ സ്ട്രോബെറി സ്മൂത്തി തയ്യാർ. ഈന്തപ്പഴത്തിന് പകരം പഞ്ചസാര വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഇതിലെല്ലാം വേരിയേഷൻസ് വരുത്താം. വാൾനട്ട്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിങ്ങ എന്നിവയെല്ലാം ചേർക്കാം. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിലക്കടല എടുത്താൽ മതി. ഇനി ഈ സ്മൂത്തിയിലേക്ക് ചിയാ സീഡ് കുതിർത്തത് 2 സ്പൂൺ ചേർക്കുക. അലങ്കാരത്തിന് നട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് അലങ്കരിക്കുക. സ്ട്രോബെറി സ്മൂത്തി ആയതുകൊണ്ട് ഒരു സ്ട്രോബെറി എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ സൂപ്പർ സ്ട്രോബെറി സ്മൂത്തി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. കുട്ടികൾക്ക് പോലും ഇത് ഈസിയായി ഉണ്ടാക്കാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ബനാന സ്മൂത്തിയാണ്. ഒരു ചെറിയ കപ്പ് ഓട്സ് കഴുകിയതിന് ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. അതുപോലെ ബദാം ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് വയ്ക്കുക. ഇനി ഇതിനാവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വയ്ക്കാം. ഒരു പഴം നുറുക്കിയത്, 3 ഈന്തപ്പഴം കുരു കളഞ്ഞത്, ബദാം തോൽ കളഞ്ഞത്, ചിയാ സീഡ് 1 സ്പൂൺ വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്തത്, കൂടെ നമ്മുടെ റോൾഡ് ഓട്സ് 10 മിനിറ്റ് കുതിർത്തത് എന്നിവ എടുത്തു വയ്ക്കുക. മിക്സി ജാറിൽ ഓട്സ്, പഴം, ഡേറ്റ്സ്, ബദാം, നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം കളയേണ്ട, അത് ചേർത്ത് മിക്സിയിൽ അരയ്ക്കുക. നമ്മുടെ യമ്മി സിമ്പിൾ ബനാന സ്മൂത്തി തയ്യാർ. 2 സ്പൂൺ ചിയാ സീഡ് കൂടി ചേർത്ത് യോജിപ്പിക്കുക. കുറച്ച് നട്ട്സ് വെച്ച് അലങ്കരിക്കുക. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ വയർ നിറഞ്ഞിരിക്കും. നല്ല സ്വാദുമുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു നോക്കി അഭിപ്രായം പറയണേ. വെള്ളത്തിന് പകരം കാച്ചിയ പാല് ചേർക്കാവുന്നതാണ്. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്സ് ആപ്പിൾ സ്മൂത്തിയാണ്. ആദ്യം 1/2 കപ്പ് ഓട്സ് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. 1 ആപ്പിൾ കഷ്ണങ്ങളാക്കി വയ്ക്കുക. വലിയ ആപ്പിളാണെങ്കിൽ പകുതി ചേർത്താലും മതി. ഇനി വേണ്ടത് 3 ഈന്തപ്പഴം കുരു കളഞ്ഞത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കറുത്ത മുന്തിരിങ്ങ എന്നിവയാണ്.
ഇനി ഒരു മിക്സി ജാറിലേക്ക് മുറിച്ച് വെച്ച ആപ്പിൾ കഷ്ണങ്ങൾ, കുതിർത്ത അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിങ്ങ, ഈന്തപ്പഴം കുതിർത്തത്, ഓട്സ് കുതിർത്തത് എന്നിവ ചേർത്ത് അടിച്ചെടുക്കുക. സൂപ്പർ ഡിലീഷ്യസ് ആപ്പിൾ സ്മൂത്തി തയ്യാർ. 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഈ സ്മൂത്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി 4ാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് പ്ലെയിൻ സ്മൂത്തിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് റോൾഡ് ഓട്സ് 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തത്, 8 ബദാം 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം തോൽ കളഞ്ഞത്, 1 സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തത്, കുറച്ച് ഡേറ്റ്സ് കുരു കളഞ്ഞ് 2ആയി മുറിച്ചത്, പിന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിങ്ങയുമാണ്. ഇനി മിക്സി ജാറിൽ ഇവ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ബദാം, ഡേറ്റ്സ്, മുന്തിരിങ്ങ, ഓട്സ് എന്നിവ ഇട്ട ശേഷം അടിച്ചെടുക്കുക. പാലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പാലും കൂടി ഒഴിച്ച് അടിച്ചെടുക്കുക. അരച്ച സ്മൂത്തി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം കുതിർത്ത് വെച്ച ചിയാ സീഡ് കൂടി ചേർക്കുക. സ്മൂത്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ യൂസ് ചെയ്യാം. ലിച്ചി, ഡ്രാഗൺ ഫ്രൂട്ട്, സപ്പോട്ട, മാമ്പഴം, പപ്പായ, ബെറീസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് സ്മൂത്തീസ് തയ്യാറാക്കാം. ഓട്സും പാലും ചേർത്ത് അടിച്ചതിന് ശേഷം മിക്സ്ഡ് ഫ്രൂട്ട്സ് ചെറുതായി മുറിച്ച് കുറച്ച് തേനും ഡ്രൈ നട്ട്സും ഇട്ട് അങ്ങനെയും സ്മൂത്തി തയ്യാറാക്കാം. എങ്ങനെ കഴിച്ചാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ 5ാമതായി ഉണ്ടാക്കുന്നത് ഗുവ വെച്ചുള്ള സ്മൂത്തിയാണ്. കൊയ്യക്ക, പേരയ്ക്ക എന്നെല്ലാം അറിയപ്പെടുന്ന ഗുവ ചെറിയ കഷ്ണങ്ങളാക്കുക. റോൾഡ് ഓട്സ് 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുക. ഒരു മിക്സി ജാറിൽ കഷ്ണങ്ങളാക്കിയ ഗുവ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം തോൽ കളഞ്ഞ ബദാം, മധുരത്തിന് മുന്തിരിങ്ങ കുതിർത്തത്, കൂടെ കുതിർത്ത ഓട്സും ചേർത്ത് അടിച്ചെടുക്കുക. യമ്മി ഗുവ സ്മൂത്തിയും തയ്യാറായി. ഇനി ഇതിൽ കുതിർത്ത ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പോ സ്ട്രോബെറി സിറപ്പോ വെച്ച് അലങ്കരിക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൂടുതൽ ഇഷ്ടമാവും. അതുപോലെ നട്ട്സ് വെച്ച് അലങ്കരിച്ച് കൊടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ 5 വിധത്തിലുള്ള സ്മൂത്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. വളരെ സിമ്പിളും എന്നാൽ ആരോഗ്യത്തിന് വളരെ നല്ലതുമായിട്ടുള്ള ഈ സ്മൂത്തീസ് ഉണ്ടാക്കി കഴിച്ചു നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.